ഹായ്, എൻ്റെ പേര് നിമ്മി ഇലിയാസ്. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഇതെൻ്റെ സെക്കൻഡ് CS ഡെലിവറി ആണ്. ഗേൾ ബേബിയാണ്. ഒരു പോസ്റ്റ് നേറ്റലിനെ കുറിച്ച് എടുത്തേക്കാമെന്ന് ഒരു ഒപ്പീനിയൻ വന്നത് തന്നെ എൻ്റെ ഹെൽത്ത് കണ്ടീഷനായിരുന്നു. ബിക്കോസ് ഞാൻ നല്ല ബാക്ക് പെയിൻ സഫറിങ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് CS ആയിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് റിക്കവറായി. സെക്കൻഡ് CS വന്നപ്പോഴത്തേനും കുറച്ച് ഫസ്റ്റ് 5 days എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന്. അപ്പോൾ ബേസിക്കലി ആയുർവേദമാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഹെൽത്തിന് അത് ആയുർവേദം നല്ലതാണെന്ന് നമുക്ക് കേട്ടുകേൾവിയുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ ഈ വിളിക്കുമ്പോഴൊക്കെ ഇവിടെ തിരക്കാന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു തിരക്കും ഇല്ല, അങ്ങനെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ഷെഡ്യൂൾ മനസ്സിലാവുന്നത്. കാരണം ഒരു 8 to 5 o'clock ലൈഫ് കെയർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ടൈം പോണതേ അറിയുന്നില്ല. കാരണം ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ടൈമല്ല. കാരണം ഇവിടെ നമ്മൾ ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഒരു പ്ലേസ് അടുത്തയാൾ ഒക്യുപ്പൈ ചെയ്യാനല്ല. കാരണം കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു പാക്കേജ് എടുത്തെങ്കിൽ മാത്രമേ അത് ബോഡിക്ക് അക്സെപ്റ്റ് ആവത്തുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. കാരണം ഒരുപാട് ആളുകളുടെ റിവ്യൂസ് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടും നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് വേണമെങ്കിൽ കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ളൊരു പാക്കേജ് വേണം തന്നെയുണ്ട്. എൻ്റെ കണ്ടീഷനിൽ എനിക്കൊരു മൂത്ത ആളും കൂടി ഉണ്ട്. രണ്ടുപേരും തമ്മിൽ ചെറിയൊരു ഗേജ് ഗ്യാപ്പേ ഉള്ളൂ. അപ്പം എനിക്ക് അധികം ദിവസം ആളെയും മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് എനിക്കെന്ന് തോന്നിയത് 14 days ആയതുകൊണ്ട് ഞാൻ ഇവിടെ ലൈഫ് കെയറിൽ കൺസൾട്ടേഷന് ശേഷം 14 days പാക്കേജാണ് ഞാൻ പ്രിഫർ ചെയ്തത്. September 25th ശരിക്കും ലൈഫ് കെയറിൽ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഫസ്റ്റ് ഡേ തന്നെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് കാം ആണ്. ഇപ്പം ഒരുപാട് കുട്ടികൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പാരലായിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് അതൊന്നും ഒരു ഡിസ്റ്റർബൻസേ ആകുന്നില്ല. കാരണം അവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കണോ, നമ്മളും വേറൊരു സെക്ഷനായിട്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു ലൈഫ് കെയറിനെ കുറിച്ച് ആളുകൾ നോക്കുമ്പോൾ ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി ആണ്. അപ്പോൾ ഈ പോസ്റ്റ് നേറ്റലിൻ്റെ സെക്ഷൻ അത്ര ഇതായിട്ട് കാണുന്നില്ലായിരിക്കും. അപ്പോൾ രണ്ടും കൂടി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആ ഡേയുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്. നമ്മളുമായിട്ടൊരു ബന്ധമില്ല, നമ്മൾ വേറൊരു സെക്ഷൻ ചെയ്യുന്നു, അത് അങ്ങനെ പോകുന്നു. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കിട്ടിയ തെറാപ്പിസ്റ്റാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നല്ല, വളരെ സ്നേഹത്തോടു കൂടി തന്നെ കാണുന്നു. രമി ചേച്ചിയും തസ്നയും പിന്നെ സൗമ്യ ചേച്ചിയും. പിന്നെ എന്നല്ല, 3 പേരെയും തെറാപ്പിസ്റ്റുകളായി നല്ല രീതിയിൽ ഫസ്റ്റ് ഡേ തൊട്ട് നമ്മുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാനും അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടോണ്ടിരിക്കും. ഞാൻ അതുപോലെ തന്നെ ഇങ്ങനെ വെള്ളം പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷൻ കഴിയുന്നത് വരെ ഒരു 2.5 hour ഉള്ളൊരു പ്രൊസീജിയേഴ്സാണ് എല്ലാ ഡേയും ഉള്ളത്. ഏകദേശം അത്രയും തന്നെ ഒരു ടൈം എടുക്കും. അവരൊന്നും അത് പലപ്പോഴും മറ്റുള്ള ആളുകളുടെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഓർക്കും, ഇതെല്ലാം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റായിട്ട് എഴുതി കൊടുത്തിട്ട് പറയുന്നതാണോ ഇവരെല്ലാം, അങ്ങനെയൊക്കെ നമ്മൾ ഓർക്കും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നതാണ്, അതൊന്നും ഇല്ലായിരുന്നു. നമ്മൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം നമ്മളെ കംഫർട്ട് ആക്കുന്നു. ഈവൻ വേദ് കുളിക്കാൻ പോകുമ്പോഴും ആണെങ്കിലും നമ്മൾ ഭയങ്കര കംഫർട്ടാണ്. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഭയങ്കര കംഫർട്ടാണ് അവരുടെ അടുത്ത്. നമുക്ക് അങ്ങനെ ഒരു ഷൈ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേദന ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കംഫർട്ട് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹെയർ മസാജാണ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് യൂഷ്വലി ഹെയർ മസാജ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിലാക്സ്ഡാണ്, ഇരുന്നുറങ്ങും. അതെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഹെയർ മസാജാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാം ഈവൻ ഹെഡ് ടു ടോ നമുക്കെല്ലാം ആവശ്യമുണ്ട്. അതായത് ഇന്നത് ബെസ്റ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഹെഡിൻ്റെ മസാജ് ചെയ്യാണ്ട് എൻ്റെ ഫുൾ ബോഡി അവർ മസാജ് ചെയ്തുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റ് കിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ടോസ് ഈ ഓൾറെഡി നാരങ്ങക്കിഴിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ കളർ ഷെയ്ഡാവും. അപ്പം ഞാനിങ്ങനെ ഇന്നലെ ഇരുന്നപ്പോൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എന്നോട് ചോദിക്കുക, അവിടെയൊക്കെ എന്തിനാണ് ചെയ്യണേ, കാലിൻ്റെ ടോസ് ടിപ്പ് കണ്ടപ്പം. അപ്പോൾ ഓൾറെഡി അത് സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ നഖത്തിൻ്റെ അവിടം വരെ ട്രീറ്റ്മെൻറ്റ് മീൻസ് അപ് ടു ഈ ഹെഡ് തൊട്ട് ടോ വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ അണ്ടറിലാണ് പോകുന്നത്. അപ്പം ഒരു ഇന്നത് ബെസ്റ്റാണെന്ന് ഞാൻ പറയില്ല. ഏത് ചെയ്തപ്പോഴാണ് റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 1 to 2 ആണെങ്കിൽ ആ 1 കഴിയാണ്ട് അടുത്ത സ്റ്റേജിലോട്ട് പോവില്ല. അപ്പം ആ ഒരു ഫസ്റ്റ് ഡേ തൊട്ട് ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ടാണ് എനിക്ക് ഈ 14 days കിട്ടുന്നത്. അപ്പോൾ എനിക്ക് പെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രസൻറ്റ് സ്റ്റേജാണ് ഞാൻ പറയുന്നത്. എല്ലാ സ്റ്റേജസും ഈവൻ ഒന്നിനൊന്ന് ബെറ്റർ തന്നെയാണ് ഇവിടുത്തെ. അത് ചെയ്യുന്നതെല്ലാം ഇപ്പം എല്ലാ ദിവസവും എനിക്ക് ഫേസ് പാക്ക് കിട്ടുന്നു, അതുകൊണ്ട് എൻ്റെ ഫേസ് ഗ്ലോ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സ്റ്റീമൊക്കെ ചെയ്യുന്നു. ഒന്ന് ചെയ്തത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇത് മൊത്തം ചെയ്തത് കൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്നത് ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇലക്കിഴി ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയേ അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഓൾറെഡി നാരങ്ങക്കിഴിയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ്. അത് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്കിഴിയിലേക്ക് വന്നപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അപ്പം അത് കഴിഞ്ഞ് ഞവര ചെയ്തപ്പോഴാണേലും ഞവര ഓൾറെഡി ഞവര എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ തെറാപ്പിസ്റ്റിനോട് ചോദിക്കുന്നത് എന്താ ഞവര എവിടുന്ന് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ ഞവര ഓൾറെഡി എനിക്ക് രമ്യ ചേച്ചി അപ്പോൾ ഇൻട്രൊഡക്ഷൻ തരും, ഇത് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് ആണെന്ന്. ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റോ? എല്ലാ ഗേൾസും ബ്യൂട്ടി എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സന്തോഷം. അങ്ങനെയല്ല ഇത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു സ്റ്റേജിൽ ഒരു ഫ്ലോയിലേക്ക് എത്തിയായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനത്തെ സ്റ്റേജ് എത്തിയപ്പോഴത്തേനും അത് കംപ്ലീറ്റ് ആയായിരുന്നു നമുക്ക്. ട്രീറ്റ്മെൻ്റ് എല്ലാം ഒന്നിനൊന്ന് തന്നെ ബെസ്റ്റാണ്. കാരണം ഇന്നത് ഇത്ര പാക്കേജ് പറയുന്ന പോലെ ഇത്ര ദിവസം ഇന്ന ട്രീറ്റ്മെൻറ്റ് ഇന്ന ദിവസമാണ് ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയില്ല. നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. കാരണം പലർക്കും പല ഹെൽത്ത് കണ്ടീഷനാണ്. വന്ന് കൺസൾട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഒരു പാക്കേജ് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ പോസ്റ്റ്നേറ്റൽ എന്ന് പറയുന്നത് എടുക്കുന്നത് ഒരു ഡിസീസ് ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി കാരണം ഒരു 9 മന്തിൻ്റെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസിലൂടെ കടന്നുപോയി. അതിനുശേഷം നമുക്ക് റിക്കവർ ആവുക അത് തന്നെയാണ് ഹീലാവാൻ നമ്മുടെ ബോഡീനെ അനുവദിക്കുന്നു. നമ്മളിനി ഈ 14 ഡേയ്സ് കഴിഞ്ഞതോ ട്രീറ്റ്മെൻറ്റ് എടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ ഫുൾ ക്യൂർ ആവുന്ന ഓർക്കണ അതിൻ്റെ ഒപ്പം തന്നെ റെസ്റ്റ് എടുത്താൽ മാത്രമാണ്. കാരണം റെസ്റ്റ് ഇതിൻ്റെ ഒപ്പം തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. റെസ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ ബോഡിക്ക് ഹീൽ ആവാനുള്ളൊരു ടൈമുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബോഡിക്കും ഹീൽ ആവാനുള്ള ടൈം കൊടുക്കുക. ഞാൻ ഓവറോൾ എനിക്ക് ഹാപ്പി ആയിരുന്നു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ, ഇവിടുത്തെ ഫെസിലിറ്റീസിലും ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈവൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പ് ബ്രേക്കുള്ള 2 ഡേയ്സ് 3 ഡേയ്സിനൊക്കെ ഉള്ളിൽ വന്ന് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ, ഡോക്ടർ എങ്ങനെയുണ്ട് നമ്മുടെ എൻക്വയറീസ് ഉണ്ട്. കാരണം ഒരു പെട്ടെന്നൊരു ഒരു ഫുൾ ഡേ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ബെസ്റ്റ് അപ് ടു ആ ദാറ്റ് ടൈം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ലല്ലോ. കുറച്ചും കൂടെ ഗ്യാപ്പ് എടുത്തിട്ടാണ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇലക്കിഴിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആ ഒരു സുഖം മനസ്സിലാകുന്നത്. അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. വേദനയൊക്കെ എനിക്ക് നല്ല മസിൽ ക്രാംസ് ഉണ്ടായിരുന്നു. അത് പ്രഗ്നൻസിയുടെ ടൈമിലും ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസിയിലാണ് കുറച്ചും കൂടെ ഹയർ ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ലപോലെ നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും മസിൽ ക്രാംസ് ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു വെരിക്കോസസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ട്രീറ്റ്മെൻറ്റ് ടൈമിലൊക്കെ കഴിഞ്ഞപ്പോഴും എൻ്റെ വെരിക്കോസസ് അത് പ്രത്യേകം പറയാണ്ടിരിക്കാൻ വയ്യ. ആ വെയിനൊക്കെ തടിച്ച് വന്നിരുന്ന വെയിനൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. അല്ല അത് കംപ്ലീറ്റ് ആയിട്ട് അത് ക്യൂർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്യൂർ ആയെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ നമ്മളിപ്പം എന്നോട് ഇന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആർക്കും ദോഷം ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കണ്ടിട്ട് വന്ന ഒരാളാണ്. അപ്പം നാളെ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് മറ്റൊരാൾ ഇങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നെഗറ്റീവ് ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വേറൊരാളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറയുകയാണെങ്കിൽ ഈവൻ ഇഫ് യു ഹാവ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഫാമിലി അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ലൈഫ് കെയർ പ്രിഫർ ചെയ്യുക. അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് ഐ സജസ്റ്റ് ലൈഫ് കെയർ പറയാം. അതോടൊപ്പം തന്നെ ഡോക്ടർ ആഷിഖിനെ കുറിച്ചും കൂടി പറയണം. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈഫ് കെയറിൻ്റെ A to Z കാര്യങ്ങൾ അദ്ദേഹം തന്നെയാണ് നോക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എല്ലാ കോണിലും CCTV ഉൾപ്പെടെ ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ ഹൈലൈറ്റ് അത് നോക്കാനുള്ളൊരു പേഷ്യൻസും കൂടി നമ്മളത് ചിന്തിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അത് അഭിനന്ദനാർഹമാണ്. അത് പ്രത്യേകം പറയാണ്ടിരിക്കാൻ വയ്യ. ഞാനൊരു വീഡിയോയുടെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് പറയുകയല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ആണെങ്കിലും ഞാൻ കേൾവി മാത്രമല്ല എടുക്കുന്ന എഫേർട്ട് നമുക്കറിയാം. അതും അപ്രിസിയേഷൻ അർഹിക്കുന്നതാണ്. എൻ്റെ എല്ലാവിധമായ ഭാവങ്ങളും ലൈഫ് കെയറിന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് പോസ്റ്റ്നേറ്റൽ മാത്രമല്ല ലൈഫ് കെയറിനെ കുറിച്ച്. കാരണം ഞാൻ വന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് ഈ പോസ്റ്റ്നേറ്റൽ എന്നൊരു വ്യൂവിലല്ല ഞാനിതിനെ കാണുന്നത്. ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്നും പോകുമ്പോൾ ഞാനൊരു തേർഡ് പേഴ്സൺ ആണ്. ഞാനൊരു ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നിരിക്കുന്ന കുട്ടിയുടെ മദറല്ല. പക്ഷേ ഞാൻ ഒരുപാട് ആളുകളെ കാണുന്നത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ആ ഒരു സിറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന അമ്മമാർ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കാരണം നമ്മുടെ കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് കാണുമ്പോൾ മറ്റുള്ള സൊസൈറ്റി അതിനെ ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല, അവർക്കതിന് വിഷമം വരണമെന്നില്ല. പക്ഷെ ആസ് എ മദർ നമ്മൾ ഭയങ്കര കൺസേൺഡ് ആയിരിക്കും. എൻ്റെ കുട്ടിക്ക് എങ്ങനെ ചെയ്യാം.
ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിലപ്പം ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന കുട്ടികളെ നമുക്ക് എങ്ങോട്ട് പ്രിഫർ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു പക്ഷെ ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന കുട്ടികളെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അവർക്കത് നല്ലതായിരിക്കും എന്ന് തോന്നുവാണെങ്കിൽ, എനിക്കറിയാവുന്ന മക്കളെ പറ്റുന്ന സാഹചര്യം ഉള്ളവരാണെങ്കിൽ ഒരു 100% ലൈഫ് കെയറിലേക്ക് തന്നെ വിടും, അല്ല പറഞ്ഞു വിടാൻ ശ്രമിക്കും. കാരണം സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ സാഹചര്യം പലതാണ്. അപ്പം സാഹചര്യം ഉള്ളവരാണെങ്കിൽ മക്കൾക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല എങ്കിൽ, അതെൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടെടുത്തോളം, ഞാനൊരു ഹാഫ് എ മന്ത് ഇതിൻ്റെ പാർട്ടായിരുന്നു. അതുകൊണ്ട് പറയാണ്, ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ പോസ്റ്റ്നേറ്റലിനെ കുറിച്ചല്ല പറയുന്നത്, ഈവൻ ചൈൽഡ് കെയറിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഒരു അമ്മയ്ക്ക് ഒരു ബേബി ഉണ്ടായി കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് 1 മന്ത് കൺസേൺഡ് ഒന്നും കാണില്ല, കാരണം ആ മൈൽ സ്റ്റോൺ ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ. ആഫ്റ്റർ ദാറ്റ് 1 ഇയറിന് ശേഷമാണ് അവർ കൂടുതൽ കൺസേൺഡ് ആവുന്നത്. എൻ്റെ കുട്ടി എന്ന് സംസാരിക്കാൻ തുടങ്ങും, എൻ്റെ കുട്ടി എന്ന് നോർമലായിട്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി മറ്റുള്ളവരുമായിട്ട് എങ്ങനെ കളിക്കും, അല്ലെങ്കിൽ അവനെക്കുറിച്ച്. അതൊക്കെ ഒരു ആസ് എ മദർ എനിക്ക് ചിന്തിക്കാം, കാരണം ഞാൻ ഓൾറെഡി 2 ഇയർ കുട്ടിയുടെ മദറാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു അമ്മയ്ക്ക് കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷം മറ്റുള്ള അമ്മമാരെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് റിവ്യൂസ് അല്ല, ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് അത് നമുക്കത് മനസ്സിലാകുന്നത്. അവരെ സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നത് കാണുമ്പോഴാണ്. അപ്പം നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുക, പിന്നെ ബാക്കിയെല്ലാം തമ്പുരാൻ്റെ കയ്യിലാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ദൈവം ഇടപെടട്ടെ എന്നും കരുതുന്നു.